ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ജർമ്മനിയിൽ നമ്മൾ പഴയ തുണികൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ, ഷൂകൾ ഒക്കെ കളയാനായിട്ട് സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്കിതിനെയൊന്നും വേസ്റ്റിനകത്ത് ഇടാൻ പറ്റത്തില്ല. പൊതുവേ കീറിയ സോക്സ് അല്ലെങ്കിൽ അണ്ടർ ഗാർമെൻറ്റ്സ് ആയി അല്ലെങ്കിൽ ടവൽസായി തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത തുണികളൊക്കെ ആണെങ്കിൽ നമുക്ക് റെസ്റ്റ് മോളിനകത്ത് ഇടാം. പക്ഷേ നമ്മുടെ കയ്യിൽ ലാർജ് ക്വാണ്ടിറ്റീസിൽ പഴയ ഡ്രസ്സുകൾ, അൺയൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കളയാനായിട്ട് സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ട്. ഓരോ സിറ്റീസിലും, ജർമ്മനിയിലെ ഓരോ സിറ്റീസിലും ഇങ്ങനെ പലയിടത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സ് കാണാൻ പറ്റും കേട്ടോ. ഇതിന് പറയുന്നതാണ് ക്ലൈഡർ ഉണ്ട് ഷൂ സ്പ്ലെൻഡർ വെച്ചാൽ, ക്ലൈഡർ എന്ന് വെച്ചാൽ തുണി, ഷൂ എന്ന് വെച്ചാൽ നമ്മുടെ ഷൂ, സ്പെൻഡർ എന്ന് വെച്ചാൽ ഡൊണേഷൻ. ഇങ്ങനത്തെ ഡൊണേഷൻ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ബോക്സസ് നിങ്ങൾക്ക് കാണാൻ കിട്ടും കേട്ടോ. ഇത് റെഡ് ക്രോസിൻ്റെ ഒരു കണ്ടെയ്നറാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കാത്ത തുണികളും ഷൂകളും ഒക്കെ നന്നായിട്ട് കഴുകി നല്ല നീറ്റായിട്ട് മടക്കി ഓരോ കവറിനകത്താക്കിയിട്ട് കൊണ്ടിടാൻ വന്നതാണ്. ഇങ്ങനെ നമ്മൾ ഇടാൻ പാടുള്ളൂ. നമ്മളിത് ഓപ്പണായിട്ട് കവറിനകത്താക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അത് അഴുക്കാവും. പിന്നെ കേടായ തുണികളൊന്നും നമ്മൾ ഇതിനകത്ത് ഇടാനും പാടില്ല. ഷൂകളൊക്കെ ആണെങ്കിൽ നമ്മൾ പെയറിൻ്റെ ലേസൊക്കെ കെട്ടിയിട്ടാണ് ഈ കണ്ടെയ്നറിനകത്ത് നമ്മൾ ഇടേണ്ടത്. അതുകൊണ്ട് ഫാഷനിൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ബൈക്കൊക്കെ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു മേടിച്ചത്. ഇനി അത് അവൾക്ക് ചെറുതായി, അവൾക്ക് ഇനി അത് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഫാഷനിൻ്റെയും കോസ്റ്റ്യൂംസ് ഇതിനകത്ത് ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതിനകത്ത് ഇടുന്ന സാധനങ്ങൾ റെഡ് ക്രോസിൻ്റെ ഗ്രൂപ്പ് വന്നിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് അതിൻ്റെ ഏജും ഡ്രസ്സിൻ്റെ സൈസൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ആവശ്യമുള്ള ആളുകൾക്ക് കൈമാറാറുണ്ട്. ഇപ്പം കൈമാറാൻ ഉള്ള സാധനങ്ങൾ ഇപ്പം പെർഫെക്റ്റ് അല്ലെങ്കിൽ അതിനെ അവർ റീസൈക്കിൾ ചെയ്തിട്ട് പല രീതിയിൽ അതിൻ്റെ റീസൈക്കിൾ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ് വിശേഷം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങൾ താമസിക്കുന്ന രാജ്യത്തിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ, മഴ പെയ്യുന്നതും കൊണ്ട് കൂടുതൽ നേരം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ബൈ.